രാഘവൻ, how are you? എന്തോ സുഖമാണോന്ന് സുഖമാ ഓർമ്മയുള്ളതുകൊണ്ട് ലഗേജ് വെച്ചില്ല. ഇപ്പൊ കേൾക്കാമോ? കേക്കാം നല്ലോണം കേക്കാം. ഓക്കെ, ഇതെന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ഷെയ്ഖ് അബ്ദുൾ റഷീദ്, ബിസിനസ് പാർട്ണർ കൂടിയാണ്. ഇത് മിസ്റ്റർ ബാലു, എന്റെ ഇവിടുത്തെ മാനേജറാണ്. കൈഫ് ബിൽഡിംഗ് അനഹബ് കോയ്സ്. ഇതിനോട് ബന്ധപ്പെട്ട് ഒരു ഫാം ഹൗസ് ഉണ്ടായിരുന്നല്ലോ, അതെവിടെയാണ്? അതെ, ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറത്താണ് സാറേ. കൃഷിയൊക്കെ ധാരാളം ഉണ്ട്. ഗുഡ്. أنا يمشي. ഫദൽ അഖിൽ. لا لا الحين تأخير واجب. 6 മണിക്ക് മുന്നേ എത്തണ്ടല്ലേ? നിങ്ങൾ പൊയ്ക്കോളൂ ബാലു. ശരി സാർ. പിന്നെ എന്റെ കാര്യങ്ങൾ നോക്കാൻ മിസ്റ്റർ രാഘവനോടുണ്ട്. ഏത് ഫോൺ കോൾ വന്നാലും ഡീറ്റെയിൽസ് അറിഞ്ഞ് വേണ്ടി വന്നാൽ മാത്രം എന്റെ സെൽ നമ്പർ കൊടുത്താൽ മതി. ശരി. പിന്നെ മാത്യുവിനോട് പറഞ്ഞിട്ട് എന്റെ 2 പഴയ വണ്ടി അവിടെ ഉണ്ട്, അതിങ്ങോട്ട് അയക്കാൻ പറയണം. ഓക്കെ സാർ. പിന്നെ ഇദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഓക്കെ زين يا إسحاق، إن شاء الله في نشوف مرة ثانية. ഇൻഷാല്ലാ. വന്നാട്ടെ. അല്ല മുതലാളി, ഈ അറബിയും ചികിത്സയ്ക്ക് വന്നാണോ? ഏയ്, നമ്മുടെ ഈ നാട് മുഴുവൻ ചുറ്റിക്കറങ്ങി കാണാമെന്നാ. അല്ല, നടക്കുമ്പോഴുള്ള ഈ ബുദ്ധിമുട്ടേ ചെറുപ്പത്തിൽ ഉള്ളതാണോ? നോ, ഒരു കാർ ആക്സിഡന്റ് പറ്റിയതാ. 6 മാസക്കാലം ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. അപ്പോഴാണ് ഈ ഇന്റർനെറ്റ് വഴി കമ്പ്യൂട്ടർ അങ്ങനെ ബിൽഡിങ്ങിന്റെ ഡീറ്റെയിൽസ് അറിയുന്നതും വാങ്ങിക്കുന്നതും പറ്റും. ഇപ്പൊ ഫിസിക്കലി ആം ഓക്കെ, ബട്ട് ചെറിയൊരു മിസ്റ്റേക്ക് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഈ ആയുർവേദ ട്രീറ്റ്മെന്റ് നോക്കാനാണ് 2 മാസത്തെ ഈ വരവ്. ചികിത്സയുടെ കാര്യങ്ങളൊക്കെ ആയുർ മഠത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. അല്ല, അപ്പൊ പിന്നെ കഴിക്കാൻ എന്തൊക്കെയാ വേണ്ടത്? എന്തൊക്കെ അറിയാം? ഇന്ത്യൻ ഭക്ഷണം എല്ലാം അറിയാം. ചൈനീസും അത്യാവശ്യമൊക്കെ വശമാണ്. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. പക്ഷേ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും വേണ്ട. നമുക്കിവിടെ നല്ല നാടൻ കുത്തിരിയുടെ കഞ്ഞിയും ഈ തേങ്ങാ ചമ്മന്തിയും മുളക് ചുട്ടരച്ചതും പിന്നെ കടുമാങ്ങാച്ചാറും അങ്ങനെയൊക്കെ മതി. അതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയല്ലേ? അതെ അതെ അതെ. ബാത്റൂം എവിടെയാ? അവിടെ. അങ്ങേര് വന്നാ പിന്നെ രാഘവേട്ടന് കുശാല. കോഴി, സ്കോച്ച്, പന്നി എനിക്ക് വച്ചിട്ട് ഒക്കെ ഉണ്ടാവൂടോ. എന്താ മിസ്റ്റർ നായർ ആലോചിക്കണേ? ഒന്നുമില്ല. ബെഡ്റൂം എവിടെയാ? മേലില. താങ്ക് യു. ഇതിപ്പോ കഞ്ഞിയുടെ വെള്ളം കുടിച്ച് അരപ്പട്ടിണിയാവൂ എന്റെ ഈശ്വര. ഇതെന്ത് മുതലാളിയാ? കഞ്ഞിയാത്ര. എന്താ രാഘവേട്ടന് പറ്റിയത്? രാഘവട്ടെ രാവിലെ വടിയും പിടിച്ചു കൊടുത്തു. അതേതാണ് ചെങ്ങായി? ബ്ലങ്കാവി താമസിക്കാമെന്ന പുതിയ മുതലാളിയാ. വ്യായാമം ചെയ്ത് ശരീരം നന്നാക്കാൻ വേണ്ടിട്ട് ഈ ഓട്ടം. അയാൾക്ക് പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഞാൻ കൂടെ ഓടിയെന്നേ ഉള്ളൂ. പിന്നെ വല്ല പട്ടിയോ നായോ കടിക്കാൻ വരുമല്ലോ എന്ന് വിചാരിച്ച ഈ വടി ഞാൻ കരുതിയത്. ഇപ്പൊ ഒക്കെ മനസ്സിലായില്ല. വിട്ടോ എന്റെ അമ്മ, ഈ പണ്ടാരക്കാലം ഇത്ര വേഗം അവിടെ എന്തിനാ രാഘവ വടിയെടുത്ത് അയാളുടെ പിന്നാലെ ഓടണേ? ഏതാ മനുഷ്യൻ? പുതിയ മുതലാളിയാ. അതെയോ? എപ്പോഴാ വന്നേ? അങ്ങോട്ട് വരാൻ പറ്റില്ല കേട്ടോ. എന്നാ ഇവിടെ നിൽക്കാണ്ട് വേഗം അങ്ങോട്ട് എത്തിക്കോ, അവിടെ പണിയുണ്ട്. അതൊക്കെ വന്നോളാം. എവിടേക്കാ കിതച്ചോണ്ട് ഓടണേ? കിതച്ചോണ്ട് ഓടിയതല്ല, പതിവില്ലാതെ ഓടിയപ്പോ കിതച്ചു പോയതാ. അതൊക്കെ പിന്നെ പറയാം, ഞാൻ പിന്നാലെ ചെല്ലിട്ട്. അല്ലെങ്കിൽ മുതലാളി വഴി തെറ്റി വല്ല പൊട്ട കിണറ്റിലും ചെന്ന് ചാടും. നില്ലോ എവിടേക്കാ? വിളിക്കിരിക്കാനാ? അകത്തിരുന്നൂടെ? കുടിയിൽ സൗകര്യമില്ലേ? ഇതാ പലിശക്കാരൻ കുഞ്ഞുങ്ങളുടെ ഗുണ്ടകളാണല്ലോ. ഭഗവാനെ, ഓടിച്ചിട്ട് പിടിച്ച് തല്ലിച്ചതയ്ക്കാൻ വരികയാണോ? പപ്പടപ്പരത്തന്നെ കൈ ഇവറ്റകള് തല്ലി ഒടിക്കോ? ഓട് തന്നെ. മുരുക, രക്ഷപ്പെട്ടു. ഈ പച്ചോന്ത് കുളത്തിന്റെ പക്കത്തെ നേരം പോക്ക് ഇപ്പൊ പൊന്തക്കാട്ടിലേക്കാക്കിയോ? നിന്റെ ട്യൂഷൻ പഠിപ്പ് ഇതാണല്ലേ? വീട്ടിലേക്ക് വാ. നിന്റെ പുന്നാരെ +2ന്റെ കള്ളക്കളി ഞാൻ കണ്ടുപിടിച്ചടി വെള്ളാനെ.
ഏതൊരു പൈസക്കാരന്റെ തലയെടുത്ത് മടിയിൽ വെച്ചിട്ട് പൊന്തക്കാട്ടിൽ നിന്ന് ഹിന്ദി പഠിക്കണോ? വിറ്റാമിൻ കുറഞ്ഞ എന്റെ ഈ കണ്ണൂണ്ടി ഞാൻ കണ്ടടി. ദൈവത്തോർത്ത് എന്റെ കുട്ടിയെ പറ്റി വേണ്ടതൊന്നും പറയാതിരിക്കും മനുഷ്യ. ദൈവത്തൂർത്ത് വേണ്ടത് പറയാതിരിക്കേ. മാന്യമായിട്ട് സംസാരിക്കടി. എന്നും നീ എന്നെ കണ്ണുപൊട്ടനാക്കരുത്. എന്താ കുട്ടി? എന്നെ അവിടെ വെച്ച് കണ്ട കാര്യം വേലേതമാമ വീട്ടിൽ പറയരുത്. പറഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അപ്പൊ ഞാൻ പൊന്തക്കാട്ടി കണ്ടത് പൊന്തക്കാട്ടി കാണാൻ നിങ്ങളുടെ അപ്പന്റെ മൊന്തയായിരിക്കും. ഇനി മേലെ എന്റെ കുട്ടിയെ പറ്റി വേണ്ടാത്ത പറഞ്ഞുണ്ടാക്കിയാലുണ്ടല്ലോ കട്ടിയൊന്നും നോക്കത്തില്ല. കണ്ണു കടുപ്പില്ലാന്ന് നടക്കാൻ പൊന്തക്കാട്ടി കൂടെ നീ എന്താ തന്താര്? എന്താ പവർ. അതൊരു പാവ. എപ്പോഴും ഇങ്ങനെ ഒളിച്ചു കളിക്കാന്ന് കരുതണ്ട. നിന്റെ കാര്യമൊക്കെ എനിക്കറിയാം. ഏട്ടനുമില്ലേ ഇങ്ങനൊക്കെ? എനിക്കൊരു കുഴപ്പമില്ല. ചീത്തപ്പേരുണ്ടാക്കിയാലേ ഇതിനകത്ത് തന്നെ ഇരിക്കേണ്ടി വരും. ഹലോ. ഹായ്, how are you? യെസ്, ഐ എം ഫൈൻ. ഞാൻ അന്ന് പറഞ്ഞ കാര്യം ഓക്കെ, എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയണം. പ്ലീസ്. Try to understand me. പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ പറയുന്നത് കേൾക്കൂ ഐസക്. എനിക്കത് കേൾക്കണമെന്നില്ല. പ്ലീസ്. നോ. ഐസക്. ലുക്ക്, നമ്മൾ ഈ മാറ്റർ എന്നോ ക്ലോസ് ചെയ്യാണല്ലോ. But ഐസക്, ഞാൻ അതെ, നിനക്ക് നിന്റെ വഴി, എൻ്റെ വഴിയിൽ എന്നെ അങ്ങ് വിട്ടാൽ മതി. അത് ദാറ്റ്സ് ഓൾ. അയ്യോ, എന്താ ഇപ്പൊ കുട്ടി ഓടണേ? ജ്യൂസ്. ആ, ഏതാണ് ആ കുട്ടി? ആ, അത് അമ്മണിയേടത്തിയുടെ കൂടെ വന്നതാ. കൊള്ളാം, ആളൊരു കുസൃതിയാണെന്ന് തോന്നുന്നു. വല്ല വികൃതരം കാട്ടിയ മുതലാളി? ഇല്ല. അല്ല, ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ മഹാവികൃതികളാ, വിളഞ്ഞ വിത്തുകളാ സകലതും. ഉം. അമ്മണിയമ്മേ, ആ, ഏതാ കുട്ടി? എന്റെ മോളുടെ കുട്ടിയാ. ഉം. ഏയ്. ഉം. നീ എന്ത് പണിയായി കാണിച്ചു കുട്ടി? കുട്ടി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? +2 പരീക്ഷ എഴുതിയിട്ടിരിക്കുക സാറേ. ഉം. പാട്ട് കേൾക്കാൻ ഇഷ്ടമാണെന്ന് തോന്നുന്നു. പഠിച്ചിട്ടുണ്ടോ? ഡാൻസ് ഒക്കെ അറിയാം. പിന്നെ പുസ്തകമൊക്കെ വായിച്ചു പഠിക്കാൻ ഇവിടെ മിടിക്കുക സാറേ. സ്കൂളിൽ നിന്ന് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ, പാട്ടും ഡാൻസും അല്പം കുസൃതിയൊക്കെ ഉള്ള കുട്ടികളെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പാട്ട് കേൾക്കാൻ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ കുട്ടി ഇത് വെച്ചോളൂ. വാങ്ങിച്ചോളൂ. പാട്ട് മാത്രം കേട്ടാൽ പറ്റില്ല, നന്നായി പഠിക്കുകയും ചെയ്യണം, മിടുക്കിയാവണം. പല്ലുതേപ്പും കുളിയായിട്ട് ഇനി ഇങ്ങോട്ട് വരണ്ട ശങ്കര, വേ സ്ഥലം വിട്ടോ. എന്തു പറ്റി? വായിച്ചു നോക്ക്. ഇവിടെ ശങ്കരന് പ്രവേശനമില്ല. കുളത്തിന്റെ പരിസരത്ത് നിന്നെ കണ്ട കൊല്ലൂന്നാ പറഞ്ഞ കേട്ടത്. ആര്? നാട്ടുകാര്. അതായിരിക്കും ഞങ്ങളൊക്കെ തന്നെ. പെണ്ണുങ്ങൾക്ക് സമാധാനമായിട്ട് നാട്ടിൽ കുളിക്കണേ. ഈശ്വര, ഞാനിനി എവിടെ പോയി കുളിക്കും? കുളിക്കണ്ടടോ. പുഴയിലും വെള്ളമില്ലേ? ഇനി മണൽ വാരി കുളിക്കേണ്ടി വരുമോ? നീ ഇതെവിടേക്കാ ഈ വഴിയൊക്കെ? കണ്ടാലറിഞ്ഞൂടെ കുളിക്കാൻ പുഴയിലേക്ക്? എന്താ പുഴയിലൊരു കുളി? നാട്ടുമ്പുറത്തെ കുളങ്ങളിലൊക്കെ എനിക്ക് വിലക്കേർപ്പെടുത്തിരിക്കല്ലേ ഇവിടെ ചില ചെറ്റകള്. കുളത്തിലോ കുളത്തിന്റെ പരിസരത്തോ കണ്ടു കഴിഞ്ഞാൽ കാല് തല്ലോടിക്കുന്ന ഭീഷണി. എല്ലാ കുളത്തിന്റെ പക്കത്തും ഓരോ ബോർഡും എഴുതി വെച്ചിട്ടുണ്ട്, ശങ്കരന് പ്രവേശനമില്ല, ശങ്കരന് പ്രവേശനമില്ല. മാന്യമായിട്ട് കുളിച്ച് ജീവിക്കാനും സമ്മതിക്കില്ല എന്ന് വെച്ചാ തെണ്ടികള്. അത് നിന്റെ കയ്യിലിരിപ്പുണ്ടല്ലേ? എന്ത് വിലക്കാണെങ്കിലും ശങ്കരന് കുളിക്കാതിരിക്കാൻ പറ്റോ? ഇനി കടലിൽ പോയിട്ടാണെങ്കിൽ ശങ്കരൻ കുളിച്ചിരിക്കും. ആ, എന്താണ്? എന്തായാലും ഇവിടെ ലേഡീസിന്റെ ശല്യമില്ല. ആ, അത് പോട്ടെ, ഒരു അത്യാവശ്യ കാര്യത്തിന് മഷി ഇട്ട് നോക്കിയാൽ പോലും കാണില്ല ഈ പഹയനെ. നീ ഇന്നലെ അവിടെ പോയി കിടക്കായിരുന്നു. ഒരു സിനിമയ്ക്ക് പോയിരുന്നു. നിന്റെ ഒരു സിനിമ, അതിനേക്കാൾ നല്ലൊരു കാഴ്ച നമ്മുടെ അമ്മണിയടുത്ത വീട്ടിലല്ലായിരുന്നോ? എന്ത്?
അമ്മനെ എടുത്തി ഗോവിന്ദേട്ടൻ പിന്നെ നിന്റെ ആ സൊൽഗാടി പെണ്ണില്ലേ അവളും കൂടി കാട്ടിക്കൂട്ടിയ ജഗപക ഒന്ന് കാണേണ്ടതായിരുന്നു എന്റെ രമേശോ. നമ്മുടെ ബംഗ്ലാവിൽ താമസിക്കുന്ന കാശിയാദില്ലേ, അയാൾ ഒരു പുതിയ വാക്മാൻ നിന്റെ പെണ്ണിന് ഫ്രീ ആയിട്ട് കൊടുത്തു. എന്ത് മേന? വാക്മാൻ. ഹോ, ഈ ചെവിടിന്റെ അകത്ത് വയറ് തിരികെ പാട്ടിയാക്കുന്ന ഒരു സാധനം ഇല്ലേ, അത് ഇവനൊക്കെ എവിടെ നിന്ന് വന്നടാ. അതിലെ പാട്ട് കേൾക്കാനുള്ള വെപ്രാളം ഒന്ന് കാണേണ്ടതായിരുന്നു. കുറച്ചേരം ഗോവിന്ദേട്ടൻ ചവിട്ടിൽ വെച്ചാ പിന്നെ വലിച്ചെടുത്ത് അമ്മനെ എടുത്ത് ചവിട്ടിൽ വെക്കും. അതിനിടക്ക് നിന്റെ പെണ്ണ് തട്ടിപ്പറിച്ച് ചവിട്ടിൽ വെക്കും. ഇതിനിടക്ക് നാട്ടുകാരി ചിലരും പോരെ പൂരം ആകെ ഒരു ബഹളം. ഓ, അയാൾ ആളൊരു മോശക്കാരനാകാൻ വഴിയില്ല. കല്യാണം കഴിക്കാത്തവനാണെന്നാ കേട്ടത്. ആ, ചോരയും നീരും ഉള്ളോറ്റങ്ങളെ കാണുമ്പോ ചോദിക്കാതെ തന്നെ ഓരോന്നിങ്ങനെ ഫ്രീ ആയിട്ട് കൊടുത്ത് ശീലാക്കും. അങ്ങനെ ഓരോന്ന് കൊടുത്ത് പതുക്കെ പതുക്കെ മയക്കി എടുത്ത് കൊടുക്കും. അവസാനം അവന്റെ കയ്യിലാവും. ഏയ്, അയാൾ അങ്ങനെ ചെയ്യൊന്നുമില്ല. നല്ലവനാന്നാ രാഘവേട്ടൻ പറഞ്ഞ. അയാൾ ഏതാ മുതല്? കോമണായിട്ടുള്ള ചുറ്റിക്കളി അറിയില്ലേ? കള്ളനെ കഞ്ഞി വെച്ചവനാ രാഘവൻ. എന്തായാലും നിന്റെ പ്രേമം കലങ്ങാതെ സൂക്ഷിച്ചു. ഇല്ലെങ്കിൽ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും, കാക്കച്ചി കൊത്തി പോകും. ഡോടോ, അതൊക്കെ ഇങ്ങ് എടുത്തോണ്ടോ, ഇങ്ങോട്ട് എടുത്തോണ്ട് വാടോ. ഞാൻ എടുത്തോളാം. താമണ്ടാരി. ആ, ഇതിവിടെ കാശ് കൊടുത്ത് വരുത്താന്ന് അറിഞ്ഞൂടെ? താൻ തന്റെ പാട്ടിനങ്ങ് വലിച്ചെറിഞ്ഞിട്ട് പോയാൽ മതിയോ? എവിടത്തെ കളിച്ചാടോ? നോൺസെൻസ്. തന്റെ പേരെന്താ? നാളെ മുതൽ ഇവിടെ വെച്ചാ പോരെ? രമേശോ. ചേച്ചി ചേച്ചി എനിക്ക് ആദ്യം കേൾക്കണം. പറ്റില്ല എനിക്ക് ആദ്യം കേൾക്കണം. ഇല്ല പറ്റില്ല എനിക്ക് കേൾക്കണം. രണ്ടാൾക്ക് ഒരുമിച്ചിരുന്ന് കേൾക്കാം. ചേർന്നിരുന്നേ.